അങ്ങനെ ജിൻഡോയെയും നന്ദനെയും തോൽപ്പിച്ച് ശ്രീതു ക്യാപ്റ്റനായിരിക്കുകയാണ്. ക്യാപ്റ്റൻ ആവാൻ വേണ്ടി ശ്രീതുവിന് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്. കഴിഞ്ഞ വീക്കിൽ സ്വന്തമായി വോട്ട് ചെയ്ത് എനിക്ക് ഒരു വോട്ടെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ശ്രീതു. ശ്രീതുവിനെ കഴിഞ്ഞ വീക്ക് തന്നെ ക്യാപ്റ്റൻ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ നടന്നില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ശ്രീതു ക്യാപ്റ്റൻ ആയത് വെറുതെയുമല്ല, നന്നായി ഗെയിം കളിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീതു ക്യാപ്റ്റൻ ആയത്. ശ്രീതുവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗബ്രി ഉണ്ടായിരുന്നു. എന്തായാലും ഗബ്രിയുടെ ഗെയിമിലുള്ള ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഗബ്രി ബാക്കി കുറെ കാര്യങ്ങൾ ഗബ്രിയുടെ അവിടെ മോശമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഗെയിം കളിക്കുന്ന സമയത്ത് 100% കൊടുത്തുകൊണ്ട് ഗബ്രി ഗെയിം കളിക്കും. ഗബ്രിയുടെ പ്രയത്നം കൂടിയാണ് ശ്രീതുവിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയാം. ഗബ്രി അതുപോലെ ബോളുകൾ പെറുക്കി നൽകിയിരുന്നു ശ്രീതുവിനെ. അവിടെ ഒരു ഫാനിന്മേൽ ഇങ്ങനെ ഗ്ലാസുകൾ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആദ്യം ബസറടിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് 10 ബോളുകളാവണം. അതായിരുന്നു അവിടെ പറഞ്ഞിരുന്ന റൂൾ എന്ന് പറയുന്നത്. അങ്ങനെ ബോളുകൾ ഇട്ട് തുടങ്ങി. ബസറടിക്കുന്നതിന് മുമ്പ് 10 ബോളുകളാണ് ശ്രീതു ഇട്ടിരുന്നത്. ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ ഈ ഗ്ലാസുകളും കിടന്ന് കറങ്ങുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് 10 ബോളുകൾ വീഴണം. ബസറടിക്കുന്നതിന് മുമ്പ് ആദ്യ 10 ബോളുകൾ ഇടുന്ന ആളായിരിക്കും വിജയിക്കുക എന്നാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞത്. ശ്രീതു അവിടെ വിജയിച്ചിരിക്കുകയാണ്. അതും അത്ര എളുപ്പമല്ല. അവിടെ ബോൾ എറിയാനായിട്ട് ഒരു ടേബിളിന് മുകളിലേക്ക് ഇങ്ങനെ ബോൾ എറിഞ്ഞ് അത് കുത്തി ചെന്ന് ഈ ഗ്ലാസ്സിലേക്ക് വീഴണം. ശ്രീതു അതുപോലെ കളിച്ചിട്ടുണ്ട്. അത്ര നന്നായിട്ട് ശ്രീതു കളിച്ചു. ശ്രീതു ആണ് അതുകൊണ്ട് തന്നെ വിജയിച്ചത്. അതിൽ ഗബ്രിയുടെയും കൂടി സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞത് മാത്രം. ഈ താഴെ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ താഴെ വീഴുന്ന ബോളുകൾ മുഴുവൻ പെറുക്കി കൂട്ടിയിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. അത്രയും സ്പീഡിൽ ഗബ്രി എപ്പോഴും അവിടെ ഈ നിറച്ചുകൊണ്ടിരിക്കുന്ന ആ പാത്രം, ബോളിന്റെ പാത്രം നിറച്ച് ഇങ്ങനെ ബോളുകൾ ഇപ്പോഴും ശ്രീതുവിന്റെ ബാസ്ക്കറ്റിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കയ്യിലുള്ള ഇതിലുണ്ടായിരുന്നു. അതായിരുന്നു അവിടെ ഗബ്രി സഹായിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗബ്രി അവസാനം ക്ഷീണിച്ചിട്ട് അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ശ്രീതു ജയിച്ചു കഴിഞ്ഞ സമയത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പെർഫോമൻസ് ചെയ്തു. പക്ഷെ അവർക്ക് ആർക്കും ബോളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനായിട്ട് കഴിഞ്ഞില്ല. കാര്യമായിട്ട് അവരെയും പറയാൻ പറ്റില്ല, അവർക്ക് പറ്റാത്തതായിരിക്കും. പിന്നെ ഇതൊരു ഭാഗ്യവുമാണ്. എന്തായാലും ശ്രീതു ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് കളിച്ചു. അതിന് ശ്രീതു ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്.